കേരളത്തിൽ 20 ലോക്സഭാ സീറ്റുകൾ വലിയ തോതിൽ തന്നെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ്. ഏപ്രിൽ 26 പോളിംഗ് ബൂത്തിലേക്ക് കേരളം പോകുമ്പോൾ UDFന് മികച്ച രീതിയിലുള്ള ഒരു പ്രതീക്ഷയുണ്ട്. കേരളത്തിലെ 20 ലോക്സഭാ സീറ്റുകളിൽ ഒരെണ്ണം പോലും ഇടതുപക്ഷത്തിന് ജയസാധ്യതയില്ല എന്നുള്ളത് വ്യക്തമായി തന്നെ എല്ലാ രീതിയിലുള്ള സർവേ പോളുകളിലും വരുന്നുണ്ട്. അതിനകത്ത് ഇടതുപക്ഷ മാധ്യമങ്ങൾ ഇടതുപക്ഷത്തിന് വേണ്ടി പക്ഷം ചേർന്ന് ഇരിക്കുന്ന അവരുടെ മുഖപത്രവും അവരുടെ മാധ്യമ ചാനലുമൊക്കെ വല്ലാതെ അങ്ങ് ഇടതുപക്ഷ നേതാക്കളെ ബൂസ്റ്റ് ചെയ്യുമ്പോൾ കൃത്യമായും നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിലെ പിണറായി വിജയൻ്റെ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ മകൾ വീണയുടെ അഴിമതി ആരോപണവും അതുമായി ബന്ധപ്പെട്ട് കൃത്യമായും നിരവധിയായിട്ടുള്ള സാമൂഹ്യ പ്രവർത്തകർ, നിരവധിയായിട്ടുള്ള അഭിഭാഷകർ പറഞ്ഞിട്ടുള്ള വാക്കുകൾ ശ്രദ്ധേയമാണ്. എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട വിഷയം മാത്രമല്ല, ഈ കേരളത്തിൽ നടക്കുന്ന ധൂർത്തടി എത്രത്തോളം വലുതാണ് എന്നുള്ളത് സമാനതകളില്ലാതെ തന്നെ പറഞ്ഞറിയിക്കേണ്ട ഒരു കാര്യമാണ്. അതുമാത്രമല്ല, നിരവധി ആളുകളെ വെട്ടിനിരത്താൻ വേണ്ടി പാർട്ടിയിൽ അങ്ങനെയുള്ളവർക്കൊന്നും സ്ഥാനം നൽകാതിരിക്കാൻ, അല്ലെങ്കിൽ അവരെയൊക്കെ ക്യാബിനറ്റിലോ അല്ലെങ്കിൽ ഇനി അങ്ങോട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കോ മത്സരിക്കാതിരിക്കാൻ അവരെയൊക്കെ ദേശീയ തലത്തിലേക്ക് പറഞ്ഞു വിട്ടുകളയാം എന്ന് വിചാരിക്കുന്നിടത്താണ് പിണറായി വിജയൻ്റെ ബുദ്ധി ആസ്ഥാനത്താവുന്നത്. ഇതിൽ ഒരു നേതാവിനും വിജയ പ്രതീക്ഷ ഇല്ല എന്ന് മാത്രമല്ല, പലർക്കും ദയനീയമായ പരാജയം ഏറ്റുവാങ്ങേണ്ടി വരുമോ എന്ന സംശയമുണ്ട്. KK ശൈലജ അവർ വടകരയിൽ മത്സരിക്കുമ്പോൾ അവർ വിചാരിച്ചത് ഇപ്പോൾ തന്നെ അങ്ങ് ജയിച്ചു കളയാം എന്നുള്ള രീതിയാണ്. എന്നാൽ കോൺഗ്രസിൻ്റെ യുവതുർക്കിയായ ഷാഫി പറമ്പിൽ വന്നതോടുകൂടി വടകര ഇളകി മറിയുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. കർണാടകയുടെ ഗർജിക്കുന്ന സിംഹം DK ശിവകുമാർ ഷാഫി പറമ്പിലിന് വേണ്ടി പ്രചരണത്തിലെത്തിയപ്പോൾ ഒഴുകിയെത്തിയ ജനസമൂഹം കണ്ട് മൂക്കത്ത് വിരൽ വെച്ചിരിക്കുകയാണ് മാർക്സിസ്റ്റുകാർ. ഇനി ഒരിക്കലും CPIM ഈ കേരളത്തിൽ തിരികെ വരില്ല എന്ന് ഉറപ്പിക്കുന്ന തരത്തിലേക്ക് അതിശക്തമായ മുന്നേറ്റമാണ് കോൺഗ്രസ് കേരളത്തിൽ നടത്തുന്നത്. വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുമ്പോൾ എന്തിനു വേണ്ടിയാണ് CPI സ്ഥാനാർത്ഥിയായ ആനി രാജ അവിടെ അവതരിക്കുന്നത് എന്ന് അവർക്ക് പോലും അറിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പല സ്ഥലത്തും ഒരുപക്ഷെ 3ാം സ്ഥാനത്തേക്ക് ഇടതുപക്ഷം പോയാൽ പോലും അത്ഭുതപ്പെടേണ്ട കാര്യമില്ല ഇന്നത്തെ രാഷ്ട്രീയ അവസ്ഥയിൽ.